തൊഴിൽ നിയമലംഘനം. കഴിഞ്ഞ വർഷം ഒമാനിൽ പിടിയിലായത് 31,000 പ്രവാസികൾ. സലാലയ്ക്ക് സമീപം അറബിക്കടലിൽ 3 ഭൂചലനം. കാബൂളിലെ ഭീകരാക്രമണത്തെ അപലപിച്ച് ഒമാൻ. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് കഴിഞ്ഞ വർഷം ഒമാനിൽ 31,000 പ്രവാസി തൊഴിലാളികൾ പിടിയിലായതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. തൊഴിൽ നിയമങ്ങൾ പാലിക്കപ്പെടുന്നത് ഉറപ്പാക്കുന്നതിനും വിവിധ മേഖലകളിലെ നിയമവിരുദ്ധ തൊഴിൽ രീതികൾ നിയന്ത്രിക്കുന്നതിനുമായി പരിശോധന ശക്തമാക്കിയതോടെയാണ് ഇത്രയും ലംഘനങ്ങൾ കണ്ടെത്തിയത് എന്ന് മന്ത്രാലയം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. തൊഴിലിടങ്ങളിൽ കഴിഞ്ഞ വർഷം 15,000-ഓളം പരിശോധന നടത്തി. തൊഴിൽ മേഖലയിലെ ക്രമക്കേടുകൾ തടയാനും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും തൊഴിലുടമകളും തൊഴിലാളികളും നിയമപരമായ ബാധ്യതകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഇത്തരം പരിശോധന തുടരുമെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം വേതന സംരക്ഷണ സംവിധാനം നടപ്പാക്കുന്നതിൽ കൈവരിച്ച പുരോഗതിയും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. 1.41 ലക്ഷത്തിലധികം സ്ഥാപനങ്ങൾ WPS-ൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും 91,000-ലധികം സ്ഥാപനങ്ങൾ ഇത് പിന്തുടരുന്നുണ്ട് എന്നും മന്ത്രാലയം അറിയിച്ചു. വലിയ സ്ഥാപനങ്ങളിൽ 99.8% WPS നടപ്പാക്കിയതായും മന്ത്രാലയം അറിയിച്ചു. ഒമാനിൽ സലാലയ്ക്ക് സമീപം അറബിക്കടലിൽ ബുധനാഴ്ച പുലർച്ചെ 3 തവണ ഭൂചലനം അനുഭവപ്പെട്ടു. സുൽത്താൻ ഖാബൂസ് സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രമാണ് അറബിക്കടലിൽ ബുധനാഴ്ച പുലർച്ചെയുണ്ടായ മിതമായ ഭൂചലനങ്ങൾ രേഖപ്പെടുത്തിയത്. സലാല തീരത്തു നിന്ന് 263 കിലോമീറ്റർ മാറി തെക്കു പടിഞ്ഞാറൻ ഭാഗത്തായി ബുധനാഴ്ച പുലർച്ചെ 2:19 റിക്ടർ സ്കെയിലിൽ 3.5 തീവ്രത രേഖപ്പെടുത്തിയ ആദ്യ പ്രകമ്പനമുണ്ടായത്. പിന്നാലെ പുലർച്ചെ 4:27 റിക്ടർ സ്കെയിലിൽ 5.4 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂചലനവും അനുഭവപ്പെട്ടു. പുലർച്ചെ 5:05 5.7 തീവ്രത രേഖപ്പെടുത്തിയ മൂന്നാമത്തെ പ്രകമ്പനം അനുഭവപ്പെട്ടത്. ഇക്കഴിഞ്ഞ ജനുവരി 1-നും സലാല തീരത്തു നിന്ന് 345 കിലോമീറ്റർ മാറി കടലിൽ റിക്ടർ സ്കെയിലിൽ 3.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിലുണ്ടായ ഭീകരാക്രമണത്തെ ഒമാൻ ശക്തമായി അപലപിച്ചു. ആക്രമണത്തിൽ നിരവധി അഫ്ഗാൻ ചൈനീസ് പൗരന്മാർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അഫ്ഗാനിസ്ഥാനും ചൈനയും നേരിടുന്ന ദുഃഖത്തിൽ ഒമാൻ സർക്കാരിന്റെ അനുശോചനം അറിയിച്ചതായി ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളോട് സഹതാപം പ്രകടിപ്പിച്ച ഒമാൻ പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും അറിയിച്ചു. ഏതൊരു കാരണത്തിന്റെ പേരിലായാലും എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങളോടും ഭീകരവാദത്തോടും ഒമാൻ സുൽത്താനേറ്റ് കടുത്ത എതിർപ്പ് തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സീബ്, ബൌഷർ മേഖലകളിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന 2 അറബ് പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവിധ താമസ സ്ഥലങ്ങളിലായി 15 ഇടങ്ങളിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചു വെച്ച നിലയിൽ ഇവരിൽ നിന്ന് കണ്ടെത്തി. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് കൺട്രോൾ വിഭാഗമാണ് പരിശോധന നടത്തി പ്രതികളെ പിടികൂടിയത്. പ്രതികളുടെ കൈവശം ക്രിസ്റ്റൽ മെത്ത്, മരിജുവാന, ഹഷീഷ് എന്നിവ കണ്ടെത്തിയതായും അധികൃതർ അറിയിച്ചു. വിൽക്കാനും സ്വന്തം ആവശ്യത്തിനുമായി മയക്കുമരുന്ന് സൂക്ഷിച്ചിരുന്നതായാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ് എന്നും മയക്കുമരുന്നതിനെതിരായ പരിശോധനകളും നടപടികളും ശക്തമായി തുടരുന്നതായും അധികൃതർ അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.